तीसरी लहर के ഇംകാൻ को रोकने मिलकर काम करना होगा. മൂന്നാമത്തെ ലഹരിൻ്റെ സാധ്യതയെ തടുക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് എന്താകണം, കർമ്മത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. नई दिल्ली वज़ीर आज़म नरेंद्र मोदी ने आज इस बात का इआदा मടക്കി പറഞ്ഞു, അതായത് വീണ്ടും പറഞ്ഞു, इआदा किया कि जिस तरह से कुछ रियासतों में कोरोना इन्फेक्शन के मामलात बढ़ रहे हैं, ഇങ്ങനെയാണ് ഒരു ഇത് എന്താണ് പറഞ്ഞത്, ഏത് നിലക്കാണോ ചില റിയാസത്തുകളിൽ, ചില സ്റ്റേറ്റുകളിൽ കൊറോണ ഇൻഫെക്ഷൻ്റെ റേറ്റ് ഇങ്ങനെ കൂടി വരികയാണ്, ഇസ്സെ തീസരി ലഹർ കാ ഇംകാൻ पैदा हो रहे हैं. അപ്പോൾ ഇവിടെ നിന്നും മൂന്നാമത്തെ ഒരു ലഹറിൻ്റെ സാധ്യത കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലിഹാദ സബ്കോ മിൽക്കർ ഇസ് पर काबू पाने के लिए इकट्ठा होकर तमाम एहतियाती तदाबीर इख्तियार करते हुए उसे रोकने की ज़रूरत है. ഇതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെ തടുക്കാൻ വേണ്ടിയിട്ട് എന്താക്കണം, മുൻകരുതലുകളൊക്കെ എടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. മോദി ने जुमा को वीडियो कॉन्फ्रेंस के ज़रिए छह रियासतों तमिलनाडु, आंध्र प्रदेश, कर्नाटक, ओडिशा, महाराष्ट्र और केरला के वज़राए आला के साथ कोरोना इन्फेक्शन पर बात की. വിഷയത്തിൽ സംസാരിച്ചു. वज़ीर आज़म ने गुज़िश्ता हफ्ते शिमाल मशरिक़ी 8 रियासतों ഷിമാലി മഷ്രിഖ് പറഞ്ഞാൽ ഷിമാലി പറഞ്ഞാൽ വടക്ക്, മഷ്രിഖ് എന്ന് പറഞ്ഞാൽ കിഴക്ക്. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള 8 സംസ്ഥാനങ്ങളോട് റിയാസത്തോं के वज़राए आला से बातचीत की थी. मुल्क के दीगर हिस्सों की बेनिस्बत उन तमाम रियासतों में कोरोना इन्फेक्शन के केस बढ़ रहे हैं. അതായത് മുൽക്കിലുള്ള രാജ്യത്തുള്ള മറ്റു ഇതിലൊക്കെയുള്ള കൊറോണ കൂടുകയാണ്. बढ़ रहे हैं. उन्होंने बताया कि पिछले 1.5 साल में हम सब ने मिलकर एक दूसरे के तजुर्बात से सबक हासिल करके कोरोना वबाई बीमारी का मुकाबला किए. അദ്ദേഹം പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് തന്നെ നമ്മുടെ പരസ്പരമുള്ള എക്സ്പീരിയൻസൊക്കെ വെച്ച് കൊറോണയെ നമ്മൾ നേരിട്ടു. आज हम एक ऐसा मोड पर खड़े हैं जहां तीसरी लहर का इम्कान मुसलसल नज़र आ रहा है. നമ്മൾ ഇന്നൊരവസ്ഥയിലാണ്, ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്? ആ അവസ്ഥയിൽ കൊറോണയുടെ മൂന്നാമത്തെ ലഹറും വരാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ वज़ीर आज़म ने कहा कि बेशतर रियासतों में केसों की तादाद में कमी से कुछ मोहलत मिली है और माहिरीन ബേഷ്തർ കുറച്ച് സംസ്ഥാനങ്ങളിൽ എന്തായിട്ടുണ്ട്, കേസുകൾ കുറഞ്ഞുകൊണ്ട് കുറച്ച് സാവകാശം കിട്ടിയിട്ടുണ്ട്. എന്നാലും मोहलत मिली है और माहिरीन ये भी कह रहे हैं कि मुल्क जल्दी ही इस दूसरी लहर से निकल आएगा. അതുകൊണ്ട് തന്നെ മാഹിറായ ആളുകൾ തന്നെ പറയുന്നുണ്ട്, രണ്ടാമത്തെ ഈ ലഹറിൽ നിന്നും എന്തായാലും നമ്മുടെ രാജ്യം കുറച്ച് സമയത്തിനുള്ളിൽ പുറം കടക്കും എന്ന്. लहर से निकल आएगा. लेकिन गुज़िश्ता हफ्ते जो मजमूई मुआमला सामने आए हैं उनमें से, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ഈ മജ്മൂഇ മുആമല മൊത്തം ടോട്ടൽ കേസുകളുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 80% ഉൻ 6 റിയാസത്തോं से आए. അതായത് ആ 6 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടാണ്, അതായത് ഈ പറഞ്ഞ 6 സംസ്ഥാനങ്ങളിൽ നിന്നിട്ടായിട്ടാണ് 80% എന്ന് പറഞ്ഞാൽ 80% വന്നിട്ടുള്ളത്. ഫി സ്വദ് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ 100ൽ 80% ഈ രാജ്യങ്ങളിൽ നിന്നാണ് വന്നത്. 84% അംവാദ് ബി ഉൻഹി റിയാസത്തോ മേ ഹുയി ഹെ. 84% മരണവും ഈ നാടുകളിൽ നിന്നാണ് നടന്നത്. उन्होंने बताया कि इब्तिदाई तौर पर माहिरीन ये सोच रहे थे कि जहां से दूसरी लहर शुरू हुई है वहां पहले सूरत हाल काबू में होगी,
लेकिन महाराष्ट्र और केरला में मुआमला बढ़ रहे हैं. അവർ പറഞ്ഞിരുന്നു എന്ത് ഉനോനെ ബതായാത്ത അവർ പറഞ്ഞിരുന്നു എവിടെ നിന്നാണോ ഈ ലഹരി രണ്ടാമത്തെ ലഹർ അതായത് രണ്ടാമത്തെ വേവ് തുടങ്ങിയത് ആ വേവ് അവിടെ തന്നെ പെട്ടെന്ന് ഈ സൂറത്തെ ഹാൽ അതായത് സൂറത്തെ ഹാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടെയുള്ള അവസ്ഥ കൺട്രോളിലാവും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ മഹാരാഷ്ട്രയിലും കേരളത്തിലും ഉള്ള അവസ്ഥ നേരെ തിരിച്ച മുആമലാത്ത് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. യേ വാഖഈ ഹം സബ് കെ ലിയെ ഓർ പൂരെ മുൽക്ക് കെ ലിയെ സംഗീൻ സൂറത്തെ ഹാൽ ഹൈ. ഈ ഒരു സംഭവം നമുക്കും നമ്മുടെ രാജ്യത്തിനും തന്നെ ഒരു പ്രശ്നം പിടിച്ച സംഗീൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. उन्होंने बताया कि दूसरे लहर से पहले जनवरी और फरवरी भी ऐसा ही रुझान देखा गया था. दूसरे അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബതായ കെ ദൂസരെ ലഹർ സെ പെഹലെ രണ്ടാമത്തെ ലഹറിൻ്റെ മുമ്പ് തന്നെ ജനുവരി ഓർ ഫെബ്രുവരി മേ ബി ഐസാ റുജഹാൻ ദേഖാ ഗയാത്ത. അതായത് ഈ ലഹർ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ജനുവരി ഫെബ്രുവരി തന്നെ അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഇത് എന്തുണ്ടായിരുന്നു റുജഹാൻ ഉണ്ടായിരുന്നു. ലിഹാദ ഇസ് ബാത് ക ഖുദ്ഷ ഹേ കെ ഇതിൻ്റെ ഒരു ഖുദ്ഷ ഹേ കെ എന്നിട്ട് അവിടെ ഹേക്കാന്ന് എഴുതിച്ചാണ്, ചെറിയ തെറ്റാണ് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ലിഹാദ അറബിയിലുള്ള അതേ ലിഹാദ തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ ഇസ്ക ഖുദ്ഷ ഹേ കെ അഗർ സൂറത്തെ ഹാൽ ബർക്കാബു മേ ന പായാ ഗയാ തോ യേ മുഷ്കിൽ ഹോ സക്തി ഹൈ. ഇതുകൊണ്ട് ഊഹിക്കാം ഇങ്ങനെ ഈ സൂറത്തെ ഹാൽ അവസ്ഥ കയ്യിൽ ഒതുക്കാൻ പറ്റിയില്ല, അതായത് കാബു കർണാൽ അത് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത് ഭയങ്കര പ്രയാസമായി മാറും. ഉനോനെ മസീദ് ബതായ കെ യേ ബഹുത് ജറൂരി ഹെ കെ ജിൻ റിയാസത്തോ മേ യേ മുആമലാത്ത് ബഡ് രഹേ ഹെ. ഇത് വളരെ 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 അത്യന്താപേക്ഷിതമാണ്. ജിൻ റിയാസത്തോ മേ യേ മുആമലാത്ത് ബഡ് രഹേ ഹെ उन्हीं तीसरी लहर के किसी भी इम्कान को रोकने के लिए तमाम एहतियाती तदाबीर इख्तियार करना होगी. ആ സംസ്ഥാനങ്ങളിൽ അതായത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ जो उन्होंने मज़ीद बताया कि बहुत ज़रूरी है कि ജിൻ റിയാസത്തോ മേ യേ മുആമലാത്ത് ബഡ് രഹി ഹൈ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ ഇപ്പോഴുള്ള കേസുകൾ ഇങ്ങനെ കൂടി വരുന്നത് ആ സംസ്ഥാനങ്ങളൊക്കെ മൂന്നാമത്തെ ഒരു ലഹർ വരാതിരിക്കാൻ ഉനി തീസരി ലഹർക്ക് കിസി ബി ഇംകാൻ കോ റോക്നെ കെ ലിയെ മൂന്നാമത്തെ ഒരു വേവിൻ്റെ ഏതൊരു സാധ്യതയെയും ചുരുക്കുന്ന ഏതൊരു സാധ്യതയെയും തടയുന്ന രീതിയിൽ എല്ലാവിധ എല്ലാവിധ മുൻകരുതലുകളും അവരെടുക്കേണ്ടതായിട്ടുണ്ട്. मोदी ने बताया कि माहिरीन बता रहे हैं कि तवील अरसे तक मुसलसल बढ़ते हुए मामलों के साथ कोरोना वायरस के तगय्युर पज़ीर होने का इम्कान बढ़ जाता है. മോദി വീണ്ടും പറഞ്ഞിട്ടുണ്ട്, മാഹിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് ബത്താ രഹേ കെ തൊവീലെ ഉർസെ തക് മുസൽസിൽ ബഡ്ത്തെ ഹുവെ മുആമലോം കെ സാത്ത്. ഇങ്ങനെ തൊവീൽ ഉർസെ എന്ന് പറഞ്ഞാൽ നീണ്ട കാലത്തോളമുള്ള ഈ ഒരു കൊറോണ വ്യാപനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. കെ സാത്ത് കൊറോണ കെ വൈറസ് കെ തഗയ്യുർ പസീർ ഹോനെ കാ ഇംകാൻ ബഡ് ജാത്താ ഹെ. ഇവിടെ കൊറോണ തഗയ്യുർ വന്ന് അതിൽ മാറ്റം വന്ന് കൊറോണയുടെ വ്യത്യസ്ത ഡൈവേഷനുകൾ ഇറങ്ങാനും വരാനുമുള്ള ചാൻസ് കൂടും എന്നാണ്. जाने जाता है कि नए वायरस के ख़तरा भी बढ़ जाता है. വരാനുള്ള ഖത്ര അതുകൊണ്ടുള്ള ഖത്ര ബുദ്ധിമുട്ടുകൾ അപകടങ്ങളും കൂടുന്നുണ്ട്. ലിഹാദ തീസരി ലഹർ കോ റോക്നെ കെ ലിയെ കൊറോണ കെ ഖിലാഫ് മുഅസ്സിർ ഇഖ്ദാമാത്ത് കർന സറൂരി ഹെ. ഇതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ലഹറിനെ തടുക്കാൻ വേണ്ടിയിട്ടുള്ള മുഅസ്സിറായിട്ടുള്ള ഇഖ്ദാമാത്ത് പറഞ്ഞാൽ മുൻകരുതലുകൾ അല്ലെങ്കിൽ മുന്നായിട്ട് ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ അത് എന്തായാലും ചെയ്യണം എന്നാണ്. ഹമേ ടെസ്റ്റ് ട്രാക്ക് ഓർ ട്രീറ്റ് ടെസ്റ്റ് ട്രാക്ക് ട്രീറ്റ് ഓർ वैक्सीन की अपनी हिकमत अमली पर तवज्जुह मरकूज़ करते हुए ആകെ बढ़ना है. നമുക്ക് ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ട്രാക്ക് ട്രീറ്റ് പിന്നെ വാക്സിൻ എന്നതിന് മേൽ സ്വയം ഒരു ഹിക്മത്തുള്ള രീതിയിൽ അതായത് ഒരു
അതിൽ സ്വന്തം തന്ത്രം നിലനിർത്തി നമുക്ക് എന്താക്കണം, ആളുകളെ ഇതിലൂടെ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വസീർ ആസം ने कहा कि हमें മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോൺ पर ഖുസൂസി തവജ്ജുഹ് ദേനി ഹോഗി. മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോണുകളുടെ മേലിൽ, അതായത് അങ്ങനത്തെ ഒരു ശൈലി നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്ക് കുച്ച് റിയാസത്തോനെ ഷിമാലി മഷ്രിഖിലുള്ള, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങൾ എന്താക്കിയിട്ടുണ്ട്, ലോക്ക്ഡൗൺ നാഫിദ് നഹി കിയ, അവിടെ എന്തായിട്ടില്ല, അവർ ലോക്ക്ഡൗൺ എന്താക്കിയില്ല, കൊണ്ടുവന്നില്ല. ഓർ സിർഫ് മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോൺ പർ തവജ്ജു, ഈ മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോൺ നടത്തിക്കൊണ്ട് തന്നെ അവരെന്തായിട്ടുണ്ട്, പർ തവജ്ജു മർക്കൂസ് കർക്കെ സൂറത്തെ ഹാൽക്കോ സമാല ഹെ, അവർ മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോൺ കൊണ്ട് തന്നെ അത് മാത്രം വെച്ചുകൊണ്ട് അവരെന്താക്കി, ആ അവസ്ഥയെ അവർ കൈകാര്യം ചെയ്തു, അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്.